So welcome to Sowmiya's vlogs. So ഇന്ന് ഞാൻ ഒരു egg recipe ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. So egg ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. So റെസിപ്പിയുടെ പേര് പെരി പെരി മസാല eggs. So പെരി പെരി സോസ് യൂസ് ചെയ്തത് അതായത് നാൻഡോസിന്റെ പെരി പെരി സോസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. So പെരി പെരി സോസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി എഗ് റെസിപ്പിയാണ്. സോ ചീസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് എന്താ പറയുക, ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പിയാണ്. ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല, അത് ആസ് ഇറ്റ് ഇസ് ഒരു മീലായിട്ട് തന്നെ കഴിക്കാം. ഒരു സൂപ്പും ഈ ഒരു എഗ്ഗിൻ്റെ ഈ ഒരു റെസിപ്പിയും ഈ ഒരു ഡിഷും ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഡിന്നർ നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ നാൻഡോസിൻ്റെ പെരി പെരി സോസിന് പകരം വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വരും നമുക്ക് പെരി പെരി മസാല എഗ്സ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. സോ പാൻ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. നന്നായി മെൽറ്റായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്യണം. ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ ബട്ടർ ഒരുവിധം മെൽറ്റ് ആയിട്ടുണ്ട്. സോ ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ സവാള നല്ല ഒരുവിധം ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ സവാള വേഗം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒരുവിധം സവാള നന്നായിട്ട് ഒരുവിധം ബ്രൗൺ ആയിട്ടുണ്ട്. സോ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റണം. ഇപ്പോൾ ഒന്ന് വഴന്നതിന് ശേഷം ഒരു തക്കാളി, മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. പിന്നെ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയും ചെറുതായിട്ടൊന്ന് ഒരുവിധം ഒന്ന് കുക്കാവണം. ഇപ്പോൾ തക്കാളി ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. സോ ഇനി ഒരു പകുതി ക്യാപ്സിക്കം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടിയും ചേർക്കുകയാണ്. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ സ്വീറ്റ് കോണോ മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. അത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ഒരു നല്ലൊരു ടേസ്റ്റും കിട്ടും. കുറച്ച് സ്വീറ്റ് കോണും കുറച്ച് മഷ്റൂമും ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവണം. നമ്മുടെ ക്യാപ്സിക്കം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആവണം. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പെരി പെരി സോസ് ഒഴിക്കുകയാണ്. സോ നാൻഡോസിൻ്റെ പെരി പെരി സോസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കുറേ ഫ്ലേവേഴ്സിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാ ഫ്ലേവർ അതിൻ്റെ എരിവിൻ്റെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് സോസ് ചൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ പെരി പെരി സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പെരി പെരി വേറൊരു മസാല മിക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ കുറച്ച് ചില്ലി സോസും ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടി മിക്സ് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ പെരി പെരി സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി അതും ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവണം ഈ സവാളയും തക്കാളിയുടെ കൂടെയൊക്കെ ചേർന്നിട്ട്.
ഇപ്പോൾ ഒരു പകുതി ഹാഫ് കപ്പ് വെള്ളവും കൂടിയും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് നേരമായി, മസാലയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. സോ ഒരു ടീസ്പൂൺ മിക്സഡ് ഹെർബ്സ് കിട്ടും. മിക്സഡ് ഹെർബ്സ് 1 ടീസ്പൂൺ ഇടുകയാണ്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ മിക്സഡ് ഹെർബ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് മല്ലിയില ആയാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ഉണ്ടോ, ആവശ്യത്തിന് ഉപ്പ്, കാരണം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഉപ്പുണ്ടോ നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ അടുത്ത ഞാനിതിലേക്ക് 5 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. സോ മുട്ട അടിച്ച് അത് അതിൻ്റെ യെല്ലോ ഒന്നും മിക്സ് ആവാതെ ഉടഞ്ഞു പോവാതെ അതിലേക്ക് ഈ മസാലയിലേക്ക് നമുക്കത് ഇടണം. സോ യെല്ലോ ഒക്കെ അതേപോലെ തന്നെ വേണം, അതിൻ്റെ മേലെ നിൽക്കണം. അപ്പോൾ ഇതേപോലെ ഈ 5 മുട്ടയും ആഡ് ചെയ്യണം. അപ്പോൾ മുട്ട നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സോ ഇനി മുട്ടയുടെ മേലെ ഞാൻ കുറച്ച് സോൾട്ടും പെപ്പറും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാണ്. കുറച്ച് പെപ്പർ പൗഡറും കൂടി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസും കൂടിയും ആഡ് ചെയ്യാണ്. ഞാൻ ചീസ് ഈ ചെറിയ സ്ലൈസസ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസ് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം. ചെഡാർ ചീസ് ആയാലും കുഴപ്പമില്ല, മൊസറല്ല ചീസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ചീസ് ചെറുതായിട്ട് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി മല്ലിയില അതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോഴാണ് ആ മുട്ടയൊക്കെ നന്നായിട്ട് അതിൻ്റെ എല്ലൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ പെരി പെരി മസാല എഗ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ചീസ് മെൽറ്റായിട്ട് ആ മുട്ടയിലൊക്കെ നന്നായി മിക്സായി, മുട്ടയും അതിൻ്റെ എല്ലോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ആസ് ഇറ്റ് ഈസ് ഒരു മീലായിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.